എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇന്നേ ദിവസങ്ങളിൽ നാം അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. കേരളത്തിൽ അടുത്ത 5 ദിവസം മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂർ, കോഴിക്കോട് എന്നീ ജില്ലകളിൽ മഴയ്ക്ക് സാധ്യതയുണ്ട്. 3 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഏപ്രിൽ 1 തീയതി മുതൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും അതോടൊപ്പം മണിക്കൂറിൽ 30 കിലോമീറ്റർ മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട അപ്ഡേറ്റ് സാധാരണക്കാർക്ക് ഏപ്രിൽ മാസം മുതൽ ആശ്വാസകരമായിട്ടുള്ള അറിയിപ്പാണ്. കഴിഞ്ഞ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ള നികുതി മാറ്റങ്ങൾ ഏപ്രിൽ 1 തീയതി മുതൽ നിലവിൽ വരുന്നതാണ്. പുതിയ നികുതി വ്യവസ്ഥ പ്രകാരം നികുതിദായകർ 12 ലക്ഷം രൂപ വരെയാണ് വരുമാനമെങ്കിൽ നികുതി അടയ്ക്കേണ്ടതായിട്ട് വരുന്നില്ല. ഫെബ്രുവരിയിൽ RBI റീപ്പോ നിരക്ക് 0.25% കുറച്ചിരുന്നു. ഇതനുസരിച്ച് ഭവന വാഹന വായ്പകളുടെ പലിശ നിരക്ക് ബാങ്കുകൾ കുറച്ചത് വായ്പ എടുത്തവരുടെ തിരിച്ചടവ് കുറയുവാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് സ്രോതസ്സുകളിൽ നിന്നുള്ള വരുമാനം ഉണ്ടാകരുതെന്ന് നിർബന്ധമുണ്ട്. ഏപ്രിൽ 1 തീയതി മുതൽ നികുതിദായകന് 2 വീടുകളിൽ താമസമാക്കിയിട്ട് അവകാശപ്പെടാവുന്നതാണ്. അതിൽ യാതൊരു നികുതിയും നൽകേണ്ടതായിട്ട് വരുന്നില്ല. അടുത്ത പ്രധാനപ്പെട്ട അറിയിപ്പ് ഇന്ധന സർചാർജ് കൂടിയതുമായി ബന്ധപ്പെടുത്തി സംസ്ഥാനത്ത് ഏപ്രിൽ മാസം മുതൽ നിരക്ക് വർധന ഉപഭോക്താക്കളെ ബാധിക്കില്ല എന്ന് KSEB ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ്. ഇന്ധന വർധനവുമായി ബന്ധപ്പെടുത്തി നിലവിലെ സർചാർജ് 12 പൈസ കുറയുന്നുണ്ട്. സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന്റെ ഉത്തരവ് പ്രകാരം ജനുവരി മാസം മുതൽ ഈടാക്കിയിരുന്ന സർചാർജ് ആയിട്ടുള്ള 19 പൈസ ഏപ്രിൽ മാസം മുതൽ 7 പൈസയായിട്ടാണ് കുറയുന്നത്. ഏപ്രിലിൽ റെഗുലേറ്ററി കമ്മീഷന്റെ ഉത്തരവ് പ്രകാരം യൂണിറ്റിന് ശരാശരി 12 പൈസയുടെ വർധനവ് സംസ്ഥാനത്ത് വൈദ്യുതി ചാർജിൽ ഉണ്ടായതാണ്. എന്നാൽ ഇന്ധന സർചാർജിൽ വന്ന കുറവിലൂടെ വൈദ്യുതി ചാർജിൽ ഉണ്ടാകുന്ന വർധനവ് ഉപഭോക്താക്കൾക്ക് ബാധ്യത ഉണ്ടാകില്ലെന്ന് KSEB വ്യക്തമാക്കിയിട്ടുണ്ട്. അടുത്ത അപ്ഡേറ്റ് സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ടോൾ പ്ലാസകളിൽ നിരക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തി തിരുവനന്തപുരം, കുമ്പളം, പന്നിയങ്കര, വാളയാർ ടോൾ പ്ലാസകളിലെ പുതുക്കിയ നിരക്കുകളാണ് പുറത്തു വന്നിട്ടുള്ളത്. ഏപ്രിൽ 1 മുതൽ പുതിയ നിരക്ക് പ്രാബല്യത്തിൽ വരുന്നതാണ്. തിരുവല്ലത്ത് ഒരു യാത്രയ്ക്കുള്ള നിരക്കിൽ ലൈറ്റ് മോട്ടോർ വാഹനങ്ങൾക്ക് 5 രൂപയും വാണിജ്യ വാഹനങ്ങൾക്ക് 15 രൂപയുമാണ് വർദ്ധിപ്പിച്ചിട്ടുള്ളത്. കഴിഞ്ഞ വർഷം വൻ വർധനവ് വരുത്തിയതിന് പിന്നാലെയാണ് വീണ്ടും നിരക്ക് വർദ്ധിപ്പിച്ചിട്ടുള്ളത്. കാറുകൾക്ക് ഒരു വശത്തേക്ക് സഞ്ചരിക്കുവാൻ 155 രൂപയും ഇരുവശത്തേക്ക് സഞ്ചരിക്കുവാൻ 230 രൂപയുമാണ് നിലവിലെ നിരക്ക്. ഇനി ഇത് 160 രൂപയും 240 രൂപയുമായി മാറുന്നതാണ്. തിരുവല്ലത്ത് ടോൾ പിരിവ് തുടങ്ങി 1.5 വർഷത്തിനുള്ളിൽ ഇത് 5ാം തവണയാണ് നിരക്ക് വർദ്ധിപ്പിക്കുന്നത്. നിലവിൽ കാറിനുള്ള പ്രതിമാസ പാസ് 5100 രൂപയാണ്. ഇതിൽ മാറ്റം വന്നിട്ടുണ്ട്. ഇനി മുതൽ കാറിൻ്റെ മന്ത്ലി പാസ് 5375 രൂപ നൽകേണ്ടി വരും. എറണാകുളം, കുമ്പളം ടോൾ പ്ലാസയിലാണെങ്കിൽ ലൈറ്റ് മോട്ടോർ വാഹനങ്ങൾക്കും ഇതുമായി ബന്ധപ്പെടുത്തി ഒരു വർഷത്തേക്ക് 5 രൂപ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതോടെ 50 രൂപ നൽകേണ്ടി വരും. പാലക്കാട് ജില്ലയിൽ വാളയാറിലും പന്നിയങ്കരയിലും 2 മുതൽ 3% വരെയാണ് രണ്ടിടങ്ങളിലെയും വർധനവ്. വർഷം തോറുമുള്ള ആനുപാതിക വർധനവാണെന്നാണ് ടോൾ പിരിവുമായി ബന്ധപ്പെടുത്തിയുള്ള കമ്പനിയുടെ വിശദീകരണം. വാളയാർ ടോളിൽ ജീപ്പിനും കാറിനും കഴിഞ്ഞ വർഷം നിശ്ചയിച്ചിരുന്ന അതേ തുക നിലനിർത്തി എന്നത് മാത്രമാണ് ആശ്വാസകരമായ ഒരു വാർത്ത. വാളയാർ ടോൾ പ്ലാസ ഉൾപ്പെടുന്ന മേഖലയിൽ പുതുശ്ശേരി പഞ്ചായത്തിലെ വാഹനയാത്രികരുടെ പ്രതിമാസ നിരക്ക് 340 നിന്ന് 350 രൂപയായും ഉയർത്തിയിട്ടുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട അപ്ഡേറ്റ് എന്ന് പറയുന്നത് സംസ്ഥാനത്ത് പ്രീ പ്രൈമറി വിദ്യാഭ്യാസം 2 വർഷത്തിനു പകരം ഇനി മുതൽ 3 വർഷം ആക്കുമെന്നതാണ്. 1ാം ക്ലാസ് പ്രവേശനത്തിനുള്ള കുറഞ്ഞ പ്രായപരിധി 2026 മുതൽ 6 വയസ്സ് ആക്കുന്നതാണ്. ഇപ്പോൾ 3 വയസ്സ് മുതൽ തന്നെ വിദ്യാർത്ഥികൾക്ക് പ്രീ പ്രൈമറിയിൽ ചേരാൻ അവസരമുണ്ട്. 5ാം വയസ്സിൽ 1ാം ക്ലാസ്സിൽ പ്രവേശനം ലഭിക്കുന്ന സ്ഥാനത്താണ് 1 വർഷം കൂടി അധികം പഠിക്കേണ്ടി വരിക. 2026 പ്രീ പ്രൈമറി വിദ്യാഭ്യാസം ആരംഭിക്കുന്നത് 3ാം വയസ്സിൽ തന്നെയായിരിക്കും. 3 വർഷത്തെ പ്രീ പ്രൈമറി പഠനത്തിനുള്ള പാഠ്യപദ്ധതി SCERT രൂപപ്പെടുത്തുന്നതാണ്. വിദ്യാഭ്യാസ ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നതിന് പ്രീ സ്കൂൾ വിദ്യാഭ്യാസം ഏകീകരിക്കുവാനുള്ള നടപടികളും ഇതിനോടൊപ്പം തന്നെ സ്വീകരിക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. സർക്കാർ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള ഉത്തരവ് പുറത്തിറക്കിയിട്ടുണ്ട്. പ്രീ സ്കൂൾ ആരംഭിക്കുന്നതിനുള്ള അനുമതി, മാനദണ്ഡങ്ങൾ എന്നിവ സംബന്ധിച്ച് മാർഗരേഖ തയ്യാറാക്കിയിട്ടുണ്ട്.
സ്വകാര്യ പ്രീ പ്രൈമറി വിദ്യാലയങ്ങളുമായി ബന്ധപ്പെടുത്തി പരാതികളുടെ പശ്ചാത്തലത്തിലാണ് ഈ ഒരു നടപടി വന്നിട്ടുള്ളത്. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ്, എല്ലാവരും കാത്തിരുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെടുത്തിയുള്ള അപ്ഡേറ്റ് ആണ്. കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ ഗഡുവായിട്ടുള്ള മാർച്ച് മാസത്തെ തുക വിതരണം ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ മാസം മുതൽ, അതായത് ഇന്നലെ മുതൽ തന്നെയാണ് ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള ആനുകൂല്യത്തിൻ്റെ വിതരണം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തത്. ആധാർ വഴിയുള്ള വിതരണ രീതിയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. അതായത് നമ്മൾ കൊടുത്തിട്ടുള്ള ആധാറുമായി ബന്ധപ്പെടുത്തി സീഡായിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും തുക എത്തിച്ചേരുക. ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും ധനസഹായം എത്തുന്നത്. അതോടൊപ്പം തന്നെ ധനസഹായം കേന്ദ്ര സർക്കാർ കൈമാറുകയും ചെയ്യുന്നതാണ്. 200, 300, 500 എന്നിങ്ങനെ ആനുകൂല്യം മുടക്കം വന്നിട്ടുള്ളവരാണ് അവർക്ക് അവരുടെ വിതരണം ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ മാസങ്ങളിൽ ആനുകൂല്യം തടസ്സപ്പെട്ടിരിക്കുന്നവർക്ക് ആ മുടങ്ങിയ ആനുകൂല്യം കൂടി ചേർത്തിപ്പോൾ വിതരണം ആരംഭിച്ചിട്ടുണ്ട്. ഒരുപാട് ആളുകൾക്ക് ഈ ഒരു ആനുകൂല്യത്തെ സംബന്ധിച്ച് നിരവധി സംശയങ്ങൾ ചോദിച്ചിരുന്നു. എന്തായാലും തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് കേന്ദ്ര ധനസഹായം എത്തിച്ചേരുന്നതാണ്. അടുത്ത പ്രധാനപ്പെട്ട അപ്ഡേറ്റ് മാർച്ച് മാസത്തിലെ റേഷൻ വിതരണവുമായി ബന്ധപ്പെടുത്തിയുള്ളതാണ്. മാർച്ച് മാസത്തിലെ റേഷൻ വിതരണം ഏപ്രിൽ മാസം 3-ാം തീയതി വരെ നീട്ടിയിട്ടുള്ളതായിട്ട് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി അറിയിച്ചിരിക്കുകയാണ്. ഏപ്രിൽ 4-ാം തീയതി റേഷൻ കടകൾക്ക് അവധിയായിരിക്കും. ഏപ്രിൽ 5-ാം തീയതി മുതൽ ഏപ്രിൽ മാസത്തിലെ റേഷൻ വിതരണം ആരംഭിക്കുകയാണ്. സംസ്ഥാനത്ത് മാർച്ച് 29 വരെ 75% കാർഡ് ഉടമകൾ റേഷൻ ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയിട്ടുണ്ട്. മാർച്ച് മാസത്തിലെ നിലവിലെ റേഷൻ വിഹിതം കൈപ്പറ്റാനുള്ള എല്ലാ കാർഡ് ഉടമകളും തങ്ങളുടെ വിഹിതം ഏപ്രിൽ 3-നകം തന്നെ കൈപ്പറ്റേണ്ടതാണ്. ഇതുമായി ബന്ധപ്പെടുത്തി ഭക്ഷ്യവകുപ്പ് ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. ഏറ്റവും അവസാനമായിട്ടുള്ള പ്രധാനപ്പെട്ട അറിയിപ്പ് സ്വർണ്ണവിലയുമായി ബന്ധപ്പെടുത്തിയുള്ളതാണ്. സ്വർണ്ണവില ഇപ്പോൾ ഗ്രാമിന് 8,340 രൂപയും പവന് 66,720 രൂപയുമാണ്. അപ്പോൾ ഈ വിവരം നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനകരമായെന്ന് കരുതുന്നു. നിങ്ങൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക്, മറ്റ് ഗ്രൂപ്പുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്തെത്തിക്കുവാൻ ശ്രമിക്കുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.